നമ്മോടൊപ്പം ഈ സമയത്ത് പ്രതികരിക്കുന്നതിന് വേണ്ടി ചെന്നൈയിൽ നിന്ന് സുജ എന്ന പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ഇന്നത്തെ ആദ്യത്തെ കോളും ചെന്നൈയിൽ നിന്നായിരുന്നു. ശ്രീമതി സുജ, എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഈ സത്യത്തിൽ ഈ വിവാഹം എന്ന് പറയുന്നത്, വിവാഹത്തോടു കൂടി കേരളത്തിലെ പല കുടുംബങ്ങളും ഇപ്പോൾ തകരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഈ തമിഴ്നാട്ടിൽ ഒക്കെ എത്തിയിട്ട് എത്ര നാളായി, നാട്ടിൽ എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് അഭിപ്രായം പറയുമോ? ഞാൻ 25 വർഷമായി ചെന്നൈയിലാണ്. ഓക്കെ. ഞാൻ ഷൊർണൂര് ആണ് എന്റെ വീട്. പാലക്കാട് ഷൊർണൂർ. ഓക്കെ. പാലക്കാട് ഷൊർണൂർ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് ചെന്നൈയിലേക്ക് കയറി വന്നത്. ഇന്നത്തെ കാലത്ത് ജീവിത രീതികള് എല്ലാ മനുഷ്യന്മാർക്കും അവനവന്റേതായ ഒരു ഫ്രീഡം, സ്ത്രീ ആയാലും പുരുഷനായാലും അത്യാവശ്യമാണ്. പക്ഷെ ഇതിൽ ഒന്നാമത്തെ കാര്യം, ഈ കുട്ടികൾ കണ്ടുവരുന്ന ഒരു സംസ്കാരം, അതായത് എപ്പോഴും നമ്മുടെ ന്യൂസുകളിലും നമ്മുടെ ചാനലുകളിലും എക്സാജറേഷൻസോടുകൂടി അവർ പറയുന്ന ഓരോ രീതികളും കുട്ടികളെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കാനുള്ള ഒരു താല്പര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒന്ന് സ്ത്രീധനത്തിന്റെ പേരിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും, അത് കഴിഞ്ഞൊരു കുഞ്ഞായി കഴിഞ്ഞാൽ ആ കുട്ടിയെയും വെച്ച് ആ സ്ത്രീ അനുഭവിക്കുന്ന സ്വന്തം ചിലപ്പോ നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും, കുട്ടിക്ക് ജോലിക്ക് പോകാനുള്ള ഒരു സാഹചര്യങ്ങൾ, ആ വീട്ടുകാർ ചിലപ്പോൾ അതിനെതിരായിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നത്തെ കുട്ടികളായി അനുഭവിക്കുന്നുണ്ട്. പണ്ടത്തെ സ്ത്രീകൾ ഇതൊക്കെ എന്താ വെച്ചാൽ ഇത് നമ്മൾ അനുഭവിക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ജീവിച്ചിരുന്നവരാണ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ലല്ലോ. ഒരുപാട് വിദ്യാഭ്യാസ ഉയർച്ചകളുണ്ട്, അവർക്ക് തലങ്ങളുണ്ട്, അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരുപാട്, കാരണം പുരുഷന്മാരെ എത്തിപ്പെടുന്ന അതേ തലത്തിൽ തന്നെ ഇപ്പൊ സ്ത്രീകൾ ഒരുപാട് എത്തിച്ചേരുന്നുണ്ട്. അതിനൊക്കെ ഒരു ഉദാഹരണമാണ് നമ്മുടെ സുനിത വില്യംസ് ഒക്കെ. കാരണം ഇവരെയൊക്കെ കണ്ടുപഠിക്കുന്ന ഒരു സമൂഹം ഈ വിവാഹം എന്നൊരു വലിയൊരു താലിച്ചരടിന്റെ ഉള്ളിൽ കെട്ടിയിട്ടുണ്ട് ആണോ എന്നുള്ളത് ചിന്തിച്ചു പോകുന്ന സ്ത്രീകളായിരിക്കും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഉണ്ടാവുക. അപ്പൊ ഞങ്ങളെ പോലെയൊക്കെ സഹന ശക്തിയൊന്നും ആർക്കും ഉണ്ടാവില്ല. കാരണം എന്ത് ചെയ്താലും സ്ത്രീ അടിമപ്പെട്ട് കിടക്കണം എന്ന് പറയുന്ന ഒരു സമൂഹമൊന്നും അല്ലല്ലോ ഇപ്പൊ ഉള്ളത്. നമുക്ക് നമ്മുടേതായ ഫ്രീഡം ഉണ്ട്. നമുക്ക് രാത്രി ആയാലും പകലായാലും നമുക്ക് നടക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്, നമുക്ക് അതിനുള്ള ധൈര്യം ഉണ്ട്, നമുക്ക് നമ്മുടെ സമൂഹം നമുക്ക് അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനെ വ്യതിചലിച്ചു പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും. അതിപ്പോ നമുക്ക് എല്ലാത്തിലും ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഇത് കുടുംബങ്ങളിലേക്ക് പകർക്കാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അവിടെ കുട്ടികളെ അതായത് ഒന്നും ചെയ്യരുത്, അത് പറയരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ പറയുന്ന ആ ഒരു സംസ്കാരം മാറി ഇപ്പോ. രണ്ടുപേർക്കും ഈക്വൽ റൈറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. ഇത് ഈക്വൽ റൈറ്റ്സ് അല്ല, ഞാൻ ഇത് ചെയ്യില്ല, അത് ചെയ്യില്ല, പെണ്ണ് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഈ പറയുന്നതൊക്കെ ആണുങ്ങൾക്കും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അതെ, തീർച്ചയായും. വളരെ നന്ദി ശ്രീമതി സുജ, ചെന്നൈയിൽ നിന്ന് വിളിച്ചത്. ഈ സുജ ഷൊർണൂരുകാരിയാണ്. ആദ്യമേ അവർ പറഞ്ഞ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, മുമ്പ് ധരിച്ചിരുന്നത് സ്ത്രീകൾ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി, അല്ലെ, വീട്ടിലിങ്ങനെ അടങ്ങി കാര്യങ്ങൾ നോക്കി ഗ്രഹഭരണമായി എങ്ങനെ ഇരിക്കുക എന്നുള്ളതായിരുന്നു മുമ്പ് ധരിച്ചിരുന്നത്. അങ്ങനെ ഒരു താല്പര്യം, അല്ലെങ്കിൽ അങ്ങനെയൊന്ന് പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തരായിട്ടുണ്ട്. എല്ലാവരെയും തുല്യരായി കണ്ടാൽ ഒരുവിധം പ്രശ്നങ്ങൾ മാറും എന്നുള്ളതാണ് ശ്രീമതി സുജയുടെ അഭിപ്രായം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.